ഇന്ന് പറയാൻ പോകുന്നത് മോസ്റ്റ് ഇമ്പോർട്ടൻറ്റ് ടോപ്പിക്കായ ട്രാൻസ്ഫോമറിനെ കുറിച്ചാണ്. ട്രാൻസ്ഫോമറിൻ്റെ പ്രവർത്തന തത്വം എന്ന് പറയുന്നത് മ്യൂച്വൽ ഇൻഡക്ഷനാണ്. മ്യൂച്വൽ ഇൻഡക്ഷൻ എന്ന് പറഞ്ഞാൽ പവർ നഷ്ടമില്ലാതെ അല്ലെങ്കിൽ പവർ മാറ്റമില്ലാതെ വോൾട്ടേജ് വ്യതിയാനം ചെയ്യാൻ കഴിയുക അല്ലെങ്കിൽ വോൾട്ടേജ് കൂട്ടാനോ കുറയ്ക്കാനോ കഴിയുന്നതിനാണ് മ്യൂച്വൽ ഇൻഡക്ഷൻ എന്ന് പറയുന്നത്. വോൾട്ടേജ് ക്യാൻ ബി റെഡ്യൂസ്ഡ് ഓർ ഇൻക്രീസ്ഡ് വിത്തൗട്ട് പവർ ലോസ് ഓർ പവർ ചേഞ്ച്. അതിനെയാണ് പറയുന്നത് മ്യൂച്വൽ ഇൻഡക്ഷൻ. There are two types of transformer. First one, step up transformer. Second one, step down transformer. Step up transformer എന്ന് പറഞ്ഞാൽ വോൾട്ടേജ് കൂട്ടാനും സ്റ്റെപ്പ് ഡൗൺ ട്രാൻസ്ഫോമർ എന്ന് പറയുന്നത് വോൾട്ടേജ് കുറയ്ക്കാനുമാണ്. ഫസ്റ്റ് നമ്മൾ ഡിസ്കസ് ചെയ്യാൻ പോകുന്നത് സ്റ്റെപ്പ് അപ്പ് ട്രാൻസ്ഫോമറിനെ കുറിച്ചാണ്. സ്റ്റെപ്പ് അപ്പ് ട്രാൻസ്ഫോമർ യൂസ് ചെയ്യുന്നത് വോൾട്ടേജ് കൂട്ടുന്നതിന് വേണ്ടിയാണ്. സ്റ്റെപ്പ് അപ്പ് ട്രാൻസ്ഫോമർ ഈസ് യൂസ്ഡ് ടു ഇൻക്രീസ് ദ വോൾട്ടേജ്. നിങ്ങൾക്ക് തന്ന ഇമേജിൽ കാണാം, ഒരു സൈഡിൽ പ്രൈമറി കോയിലും മറ്റേ സൈഡിൽ സെക്കൻഡറി കോയിലും എന്നാണ്. ഇതിൽ പ്രൈമറി കോയിലുകളിൽ കമ്പിച്ചുറ്റുകളുടെ അതായത് സോളിനോയിഡ്സിൻ്റെ എണ്ണം കുറഞ്ഞതും വണ്ണം കൂടിയതുമായ രീതിയിലാണുള്ളത്. എന്നാൽ സെക്കൻഡറി കോയിലിൽ വണ്ണം കുറഞ്ഞതും എണ്ണം കൂടിയതുമായ സോളിനോയിഡ്സ് ആണ് നമുക്ക് കാണാൻ കഴിയുന്നത്. വോൾട്ടേജ് എവിടെ കൂട്ടണമോ അവിടെ കമ്പിച്ചുറ്റുകളുടെ അതായത് സോളിനോയിഡ്സിൻ്റെ എണ്ണം കൂട്ടിയാൽ മതി. വോൾട്ടേജ് എവിടെ കൂട്ടണമോ അവിടെ കമ്പിച്ചുറ്റുകളുടെ അതായത് സോളിനോയിഡ്സിൻ്റെ എണ്ണം കൂട്ടിയാൽ അവിടെ വോൾട്ടേജ് കൂടും. കൂടുതൽ ഫ്ലക്സ് വ്യതിയാനം ചെയ്യിക്കാൻ കമ്പിച്ചുറ്റുകളുടെ എണ്ണം കൂടുതൽ വേണം. അപ്പോൾ മാത്രമാണ് കൂടുതൽ വോൾട്ടേജ് കിട്ടുകയുള്ളൂ. പ്രൈമറിയിലെ സോളിനോയിഡ്സിൻ്റെ എണ്ണത്തെ NP എന്നും സെക്കൻഡറിയിലെ സോളിനോയിഡ്സിൻ്റെ എണ്ണത്തെ NS എന്നും സൂചിപ്പിക്കാം. അതേപോലെ തന്നെ പ്രൈമറിയിലെ വോൾട്ടേജിനെ VP എന്നും സെക്കൻഡറിയിലെ വോൾട്ടേജിനെ VN എന്നും സൂചിപ്പിക്കാം. പ്രൈമറിയിൽ കറണ്ട് കൂടുതലും വോൾട്ടേജ് കുറവുമായിരിക്കും. എന്നാൽ സെക്കൻഡറിയിൽ നേരെ തിരിച്ചാണ്. സെക്കൻഡറിയിൽ കറണ്ട് കുറവും വോൾട്ടേജ് കൂടുതലുമായിരിക്കും. ഇവിടെ എപ്പോഴും മാറിപ്പോവാൻ ചാൻസ് ഉണ്ട്. പ്രൈമറിയിൽ കറണ്ട് കൂടുതലും വോൾട്ടേജ് കുറവുമായിരിക്കും. സെക്കൻഡറിയിൽ കറണ്ട് കുറവും വോൾട്ടേജ് കൂടുതലായിരിക്കണം. ഇവിടെ ഒന്ന് ശ്രദ്ധിക്കാൻ മാറിപ്പോവാൻ ചാൻസ് ഉണ്ട്. പിന്നെ ക്വസ്റ്റ്യൻ പേപ്പറിൽ ചോദിച്ച് കണ്ടിരിക്കുന്ന ഒരു ക്വസ്റ്റ്യനാണ് പറയാൻ പോകുന്നത്. പ്രൈമറി ഭാഗത്ത് എന്തുകൊണ്ടാണ് സോളിനോയിഡ്സിൻ്റെ എണ്ണം കുറഞ്ഞതും വണ്ണം കൂടിയിരിക്കുന്നതിനുമുള്ള കാരണം വണ്ണം കൂടുമ്പോൾ പ്രതിരോധം കുറയും. പ്രൈമറിയിൽ വോൾട്ടേജ് കുറവാണ്, കാരണം സോളിനോയിഡ്സിൻ്റെ എണ്ണം കുറവാണ്. സോളിനോയിഡിൻ്റെ എണ്ണം കൂട്ടുന്നതിനനുസരിച്ച് വോൾട്ടേജ് കൂടും നമ്മൾ നേരത്തെ പറഞ്ഞു. കമ്പിച്ചുറ്റുകളുടെ എണ്ണം കൂട്ടി, അതായത് സെക്കൻഡറിയിൽ കമ്പിച്ചുറ്റുകളുടെ എണ്ണം കൂട്ടി നമ്മൾ വോൾട്ടേജ് കൂട്ടി. വോൾട്ടേജ് കൂട്ടിയപ്പോൾ കറണ്ട് കുറച്ചുകൊണ്ടാണ് പവർ തുല്യമാക്കുന്നത്. വോൾട്ടേജ് കൂട്ടിയാൽ കറണ്ട് കുറയുന്നു നമ്മൾ നേരത്തെ പറഞ്ഞു. വോൾട്ടേജ് കൂട്ടി കറണ്ട് കുറച്ച് പവർ തുല്യമാക്കി. P = V × I. പവർ കാണാൻ വോൾട്ടേജ് ഇൻറ്റു കറണ്ട് എന്ന ഇക്വേഷനാണ് കൊടുത്തിരിക്കുന്നത്. ഇനി ക്വസ്റ്റ്യൻ പേപ്പറിൽ ഇതിന് മുമ്പ് കണ്ടിട്ടുള്ള ഒരു ക്വസ്റ്റ്യൻ പറയാം. കമ്പിച്ചുറ്റുകളുടെ എണ്ണം കുറഞ്ഞിടത്ത് വണ്ണം കൂട്ടി പ്രതിരോധം കുറച്ച് വൈദ്യുത പ്രവാഹ തീവ്രത കൂട്ടുന്നത് എന്തിനാണ്? അതായത് സോളിനോയിഡുകളുടെ എണ്ണം കുറഞ്ഞെടുത്ത്, അതായത് പ്രൈമറിയിൽ വണ്ണം കൂട്ടി പ്രതിരോധം കുറച്ച് വൈദ്യുത പ്രവാഹ തീവ്രത കൂട്ടുന്നത് എന്തിനാണെന്ന്. അതായത് റെസിസ്റ്റൻസ് കുറവാണെന്ന് പറഞ്ഞ് നമ്മൾ റെസിസ്റ്റൻസ് കുറച്ച് വൈദ്യുത പ്രവാഹ തീവ്രത അതായത് കറണ്ട് കൂട്ടുന്നത് എന്തിനാണെന്നാണ് ചോദിക്കുന്നത്. അതിന് ആൻസർ എന്ന് പറയുന്നത് വൈദ്യുത പ്രവാഹ തീവ്രത കൂട്ടുന്നത് പവർ രണ്ട് ഭാഗത്തും തുല്യമാകാൻ വേണ്ടിയാണ്. അതായത് കറണ്ട് കൂട്ടുന്നത് എന്തിനാണെന്ന് വെച്ചാൽ രണ്ട് ഭാഗത്തും പവർ, പ്രൈമറിയിലും സെക്കൻഡറിയിലും പവർ തുല്യമായി കിട്ടാൻ വേണ്ടിയിട്ടാണ് കറണ്ട് കൂട്ടുന്നത്. ഇനി പവർ നഷ്ടമില്ലാത്ത വോൾട്ടേജ് കൂട്ടാനും കുറയ്ക്കാനും ഉപയോഗിക്കുന്ന ഉപകരണമാണ് ട്രാൻസ്ഫോമർ. പ്രൈമറിയിലെ കറണ്ടിനെ നമ്മൾ IP എന്നും സെക്കൻഡറിയിലെ കറണ്ടിനെ നമ്മൾ IS എന്നും സൂചിപ്പിക്കുന്നു. അപ്പോൾ ഇക്വേഷൻ നോക്കാം. VS / VP = NS / NP. അതായത് പ്രൈമറിയിലെ
വോൾട്ടേജ് സെക്കൻഡറിയിലെ വോൾട്ടേജും ഡിവൈഡ് ചെയ്ത് കിട്ടുന്ന ആൻസറും നമ്പർ ഓഫ് സോളിനോയിഡ്സിൻ്റെ എണ്ണവും അത് സെക്കൻഡറിയിൽ ഡിവൈഡഡ് ബൈ സോളിനോയിഡ്സ് നമ്പർ ഓഫ് പ്രൈമറി സോളിനോയിഡിൻ്റെ എണ്ണവും പ്രൈമറിയിലെ സോളിനോയിഡ്സിൻ്റെ എണ്ണവും ഡിവൈഡ് ചെയ്ത് കിട്ടുന്ന ആൻസറും തുല്യമായിരിക്കും എന്നാണ് പറയുന്നത്. പ്രൈമറിയിലെ പവർ ഈക്വൽ ടു സെക്കൻഡറിയിലെ പവർ. പ്രൈമറിയിലെ പവർ സെക്കൻഡറിയിലെ പവറിന് തുല്യമായിരിക്കും. അതിനുള്ള ഇക്വേഷനാണ് വി പി ഇൻറ്റു ഐ പി ഈക്വൽ ടു വി എസ് ഇൻറ്റു ഐ എസ്. ഓക്കെ, പ്രൈമറിയിലെ പവർ സെക്കൻഡറിയിലെ പവറിന് തുല്യമായിരിക്കും. ഇതാണ് സ്റ്റെപ്പ് അപ്പ് ട്രാൻസ്ഫോമറിൻ്റെ ഇമേജ്. ഇതിൽ പ്രൈമറിയിൽ വണ്ണം കൂടിയ എണ്ണം കുറഞ്ഞ സോളിനോയിഡ്സും സെക്കൻഡറി കോയിലിൽ വണ്ണം കുറഞ്ഞ എണ്ണം കൂടിയ സോളിനോയിഡ്സുമാണ് നമുക്ക് കാണാൻ കഴിയുന്നത്. ഇത് അയൺ കോറിലാണ് ഘടിപ്പിച്ചിരിക്കുന്നത്. ഇനി പറയാൻ പോകുന്നത് സ്റ്റെപ്പ് ഡൗൺ ട്രാൻസ്ഫോമറിനെ കുറിച്ചാണ്. ദ സ്റ്റെപ്പ് ഡൗൺ ട്രാൻസ്ഫോമർ ഈസ് യൂസ്ഡ് ടു റെഡ്യൂസ് ദ വോൾട്ടേജ്. വോൾട്ടേജ് കുറയ്ക്കുന്നതിനാണ് സ്റ്റെപ്പ് ഡൗൺ ട്രാൻസ്ഫോമർ യൂസ് ചെയ്യുന്നത്. സ്റ്റെപ്പ് ഡൗൺ ട്രാൻസ്ഫോമറിൽ പ്രൈമറിയിൽ വണ്ണം കുറഞ്ഞ എണ്ണം കൂടിയ സോളിനോയിഡ്സും സെക്കൻഡറിയിൽ വണ്ണം കൂടിയ എണ്ണം കുറഞ്ഞ സോളിനോയിഡ്സുമാണ് കാണുന്നത്. അതുകൊണ്ട് തന്നെ പ്രൈമറിയിൽ കറണ്ട് കുറവും വോൾട്ടേജ് കൂടുതലുമായിരിക്കും. എന്നാൽ സെക്കൻഡറിയിൽ കറണ്ട് കൂടുതലും വോൾട്ടേജ് കുറവുമായിരിക്കും. പ്രൈമറിയിൽ വോൾട്ടേജ് കൂടുതലാവാൻ കാരണം എന്തെന്നാൽ കമ്പിച്ചുറ്റുകളുടെ അതായത് സോളിനോയിഡ്സിൻ്റെ എണ്ണം കൂടുതൽ പ്രൈമറിയിലാണ്. ബാക്കിയൊക്കെ സ്റ്റെപ്പ് അപ്പ് ട്രാൻസ്ഫോമറിനെ പോലെ തന്നെ സെയിം ആണ്. ഇതാണ് സ്റ്റെപ്പ് ഡൗൺ ട്രാൻസ്ഫോമറിൻ്റെ ഇമേജ്. ഇതിൽ നമുക്ക് നോക്കിയാൽ കാണാം പ്രൈമറിയിൽ വണ്ണം കുറഞ്ഞ എണ്ണം കൂടിയ സോളിനോയിഡ്സും സെക്കൻഡറിയിൽ വണ്ണം കൂടിയ എണ്ണം കുറഞ്ഞ സോളിനോയിഡ്സും കാണാൻ കഴിയുന്നുണ്ട്. ഇപ്പം നിങ്ങൾ കാണുന്നത് സ്റ്റെപ്പ് അപ്പ് ട്രാൻസ്ഫോമറിൻ്റെയും സ്റ്റെപ്പ് ഡൗൺ ട്രാൻസ്ഫോമറിൻ്റെയും ഇമേജാണ്. മാറിപ്പോകാൻ ചാൻസുള്ള ഒരുപാട് കാര്യങ്ങളുണ്ട്. വളരെ ശ്രദ്ധിച്ച് പഠിക്കുക.